ഷൂസിലെ ക്രേസുള്ള ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ഷൂസുകൾ വാങ്ങിക്കൂട്ടുന്നവര്. എന്നാൽ നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ ഷൂസ് ഒരു കളക്റ്റബിൾ ഐറ്റമായി കാണുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. അതിന് കാരണം ഓരോ സ്നീക്കേഴ്സിന്റെയും പ്രത്യേകതകളും അതുണ്ടായതിന്റെ പിന്നിലുള്ള കഥകളുമൊക്കെയാണ്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള കുറച്ച് സ്നീക്കേഴ്സിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തേതാണ് ദി ഡൈനാസ്റ്റി കളക്ഷൻ. 1991 1998 ഇടയിലുള്ള NBA ചാമ്പ്യൻഷിപ്പിലെ വിജയം നേടിയെടുത്ത കളികളിൽ മൈക്കിൾ ജോർദൻ ധരിച്ചിരുന്ന 6 ഷൂസിന്റെ കളക്ഷനാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഏകദേശം 66 കോടി രൂപ മൂല്യമുള്ള ഈ സ്നീക്കേഴ്സുകളെല്ലാം ജോർദന്റെ കരിയറിലെ തന്നെ പ്രധാന കളികളിൽ അദ്ദേഹം ധരിച്ചിരുന്നവയാണ്. രണ്ടാമത്തെയാണ് ബ്രെഡ് എയർ ജോർദാൻ 13. 1998 NBA ഫൈനൽസിലെ രണ്ടാമത്തെ കളിയിൽ ചിക്കാഗോ ബുൾസിനെതിരെയുള്ള ഗെയിമിൽ ജോർദാൻ ധരിച്ചിരുന്ന സ്നീക്കേഴ്സാണിത്. ജോർദാന്റെ കരിയറിന്റെ തന്നെ പീക്ക് ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ സ്നീക്കേഴ്സിനെ ഓപ്ഷനിൽ വെച്ചപ്പോൾ കിട്ടിയ വാല്യൂ ഏകദേശം 18.2 കോടി രൂപയോളമാണ്. മൂന്നാമത്തേതാണ് ദി സോളിഡ് ഗോൾഡ് ഓവോ ഇൻറ്റു എയർ ജോർദാൻസ്. മാത്യു സെന്നെ എന്ന ആർട്ടിസ്റ്റ് ഡ്രേക്കുമായുള്ള കൊളാബറേഷനിൽ ഡിസൈൻ ചെയ്തെടുത്ത സ്നീക്കേഴ്സ് ആണിത്. 24 ക്യാരറ്റ് ഗോൾഡും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ലക്ഷറി ഫുട്വെയർ ആയ ഈ സ്നീക്കേഴ്സിന്റെ വില ഏകദേശം 16.5 കോടി രൂപയോളമാണ്. ഒരു സ്നീക്കർ എന്നതിനുപരി ഇതൊരു ആർട്ട് കൂടിയാണ്. നാലാമത്തേതാണ് കന്യെ വെസ്റ്റ് നൈക്ക് എയർ ഈസി 1 പ്രോട്ടോടൈപ്പ്. 2008 ഗ്രാമി പെർഫോമൻസിനിടയിൽ ഈസി എന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്ന ഭാഗമായി കാന്യെ വെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്നീക്കേഴ്സ് ആണത്. സ്ട്രീറ്റ് വെയറിനെയും ലക്ഷറി ഫാഷനെയും ഒരുമിച്ച് കോർത്തെടുത്തുകൊണ്ടാണ് ഈ സ്നീക്കർ പ്രത്യക്ഷപ്പെട്ടത്. ഏകദേശം 14.8 കോടി രൂപയാണ് 2021 ഓപ്ഷനിൽ ഇതിന് കിട്ടിയ വില. അഞ്ചാമത്തേതാണ് ഗെയിം വോൺ ഫ്ലൂ ഗെയിം എയർ ജോർദാൻ 12. 1997 NBA ഫൈനൽസിൽ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിട്ട് കൂടി അതിനെ ചെറുത്തുനിന്ന് മൈക്കിൾ ജോർദൻ കളിച്ച കളിയിൽ അദ്ദേഹം ധരിച്ചിരുന്ന സ്നീക്കറാണിത്. ടെർമിനേഷനെയും എക്സലൻസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഈ സ്നീക്കറിന്റെ വില ഏകദേശം 11.4 കോടിയോളമാണ്. ആറാമത്തേതാണ് മൈക്കിൾ ജോർദൻസ് ഗെയിം വോൺ നൈക്ക് എയർഷിപ്പ്. മൈക്കിൾ ജോർദാന്റെ NBA കരിയറിന്റെ ഏർലി സ്റ്റേജിൽ അദ്ദേഹം ധരിച്ചിരുന്ന സ്നീക്കേഴ്സ് ആയിരുന്നു നൈക്ക് എയർഷിപ്പ്. എയർ ജോർദൻ ലൈനിന്റെ തന്നെ തുടക്കം കുറിച്ച് ഈ സ്നീക്കേഴ്സിന്റെ വില ഏകദേശം 12.2 കോടിയോളമാണ്. ഏഴാമത്തേതാണ് നൈക്ക് എയർ ജോർദൻ 1 റെട്രോ കോപാക്ക്. ലോസ് ഏഞ്ചലസ് ലേക്കേഴ്സ് എന്ന ടീമിന്റെ കളറിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്നീക്കേഴ്സ് കോ ബ്രാൻഡിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായി നിർമ്മിച്ചതാണ്. 2000 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്നീക്കർ ഫ്രീ ഏജൻസിയുടെ ടൈമിലാണ് ഇത് അദ്ദേഹം ധരിച്ചത്. ഏകദേശം 6.6 കോടിയാണ് ഇതിന്റെ വില. എട്ടാമത്തേതാണ് ഷാറ്റേർഡ് ബാക്ക്ബോർഡ് എയർ ജോർദൻ 1. 1985 ഇറ്റലിയിലെ ഒരു എക്സിബിഷൻ ഗെയിമിൽ ജോർദാൻ ഉപയോഗിച്ച ഒരു ഡങ്കിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഓറഞ്ച്, ബ്ലാക്ക്, വൈറ്റ് എന്നീ കളറുകൾ കൊണ്ടുള്ള ഡിസൈനാണ് ഈ സ്നീക്കറിനുള്ളത്. ഏകദേശം 5 കോടിയുള്ള രൂപയ്ക്കാണ് ഇത് വിറ്റുപോയത്. ഒൻപതാമത്തേതാണ് ഗെയിം വോൺ എയർ ജോർദാൻ 1 ചിക്കാഗോ. 1985 കാലഘട്ടത്തിൽ ജോർദാൻ ധരിച്ചിരുന്ന സ്നീക്കറായിരുന്നു ഇത്. സ്പോർട്ടിന്റെയും ഫാഷന്റെയും ഹിസ്റ്ററിയിൽ തന്നെ പ്രത്യേക സ്ഥാനമുള്ള ഒരു സ്നീക്കറാണത്. ഇതിലെ ബോൾഡ് റെഡ്, ബ്ലാക്ക്, വൈറ്റ് എന്നീ നിറങ്ങൾ ജോർദന്റെ ലെഗസിയുടെ തുടക്കത്തെയാണ് കാണിക്കുന്നത്. ഏകദേശം 4.6 കോടി രൂപയ്ക്ക് വിറ്റുപോയ ഈ സ്നീക്കർ ലോകത്തിലെ തന്നെ വാല്യൂബിൾ ആയ ഒരു സ്നീക്കറായാണ് കൺസിഡർ ചെയ്യുന്നത്. പത്താമത്തേതാണ് നൈക്ക് മൂൺ ഷൂ. 1972 ഒളിമ്പിക്സിനായി നൈക്കിന്റെ കോ ഫൗണ്ടറായ ബിൽ ബോവർമാൻ ഡിസൈൻ ചെയ്ത ഷൂസ് ആണിത്. വാഫിൾ അയൺ സോളോടുകൂടി ഇറങ്ങിയ ഈ ഷൂസ് റണ്ണിംഗ് ഫുട്വെയർസിന്റെ ചരിത്രത്തിലെ തന്നെ മാറ്റം കൊണ്ടുവന്ന ഒരു ഡിസൈൻ ആയിരുന്നു. നൈക്കിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഡിസൈനുകളിൽ ഒന്നായി ഇവയ്ക്ക് 3.6 കോടി രൂപയാണ് വില വരുന്നത്. അപ്പോ ഇതൊക്കെയാണ് ലോകത്തിലെ തന്നെ വിലപിടിപ്പുള്ള കുറച്ച് സ്നീക്കേഴ്സ്. ഷൂസിലൊന്നും അധികം ക്രേസ് ഇല്ലാത്തവര് എന്തിനാണ് ഇവയ്ക്കൊക്കെ ഇത്ര വില എന്നൊക്കെ ചിന്തിച്ചേക്കാം. എന്നാൽ ചില ആളുകൾക്ക് ഇതൊരു തരം ക്രേസ് ആണ്. സ്നീക്കേഴ്സിനെ പറ്റിയുള്ള ചരിത്രങ്ങളൊക്കെ അത്രത്തോളം ഉണ്ട്. അതിൽ ചിലതൊക്കെ സിനിമകൾ വരെ ആയിട്ടുണ്ട്. നമുക്ക് പരിചിതമായ നൈക്കും അഡിഡാസും ഒക്കെ എങ്ങനെ നല്ല സ്നീക്കേഴ്സ് മാർക്കറ്റിൽ എത്തിക്കാമെന്നതിനെ പറ്റി ചിന്തിച്ച് മാർക്കറ്റിൽ അഗ്രസീവായ കോമ്പറ്റീഷൻ കാഴ്ചവെച്ചിട്ടുള്ള കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് സ്നീക്കേഴ്സിനും ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.